നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ രാജീവ് എൻ. വിചാരധാര എന്ന പേരിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. ജീവിതം നമ്മെ പല കാര്യങ്ങളും അതിൻ്റെ ശരിയായ രീതിയിൽ അനുഭവങ്ങളിലൂടെ കാട്ടിത്തരുന്നു. എന്നാൽ പലപ്പോഴും നാം ശരിയായ രീതിയിൽ വേണ്ട സമയത്ത് ഈ അനുഭവ പാഠങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നില്ല. പലപ്പോഴും തെറ്റുകൾ ആവർത്തിക്കപ്പെടുകയും നാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പെട്ടുപോവുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മുടെ അനുഭവങ്ങളിലൂടെ നാം നമ്മളെ തിരിച്ചറിയുന്നു. നമ്മുടെ കഴിവുകളെ, നാം ആരാണെന്നും എന്താണെന്നും എന്തു ചെയ്യാൻ നമ്മെ കൊണ്ടാവുമെന്നും നാം മനസ്സിലാക്കുന്നു. നമ്മുടെ വീഴ്ചയിൽ, തകർച്ചയിൽ നാം മനസ്സിലാക്കുന്നു ആരാണ് നമ്മുടെ യഥാർത്ഥ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ എന്ന കാര്യം. നമ്മുടെ വേദനകളിൽ, പരാജയങ്ങളിൽ, തകർച്ചയിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ ചേർത്തു പിടിച്ചവരെ ഒരിക്കലും മറക്കാതിരിക്കുക. എന്തുകൊണ്ടെന്നാൽ അവരൊന്നും നമുക്കുള്ള സമ്പത്തോ പദവിയോ സന്തോഷമോ കണ്ട് സ്നേഹിച്ചു കൂടെ നിന്നവരല്ല, മറിച്ച് നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിന്നവരാണ്. അങ്ങനെയുള്ളവർ എണ്ണത്തിൽ വളരെ കുറവായിരിക്കാം. എണ്ണത്തിലല്ല, ഗുണത്തിലാണല്ലോ കാര്യം. നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ, ഉള്ളൊന്ന് വേദനിച്ചാൽ ആദ്യം ഓടിയെത്തുന്നത് ഒരുപക്ഷെ നമ്മൾ സ്വന്തമെന്ന് കരുതുന്ന ആരുമായിരിക്കില്ല, മറിച്ച് നമ്മളെ സ്നേഹിക്കുന്നവർ ആയിരിക്കും. ആ സ്നേഹം, കരുതൽ തിരിച്ചറിയാതെ പോകരുത്. അത് ജീവിതത്തിലെ വലിയൊരു നഷ്ടമായിരിക്കും. കാലം ഓരോ സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികളെ പറഞ്ഞുവിടും. ചിലർ നല്ല അനുഭവങ്ങളും ഓർമ്മകളും നൽകും, ചിലർ മികച്ച പാഠങ്ങളും. ആത്യന്തികമായി നാം എല്ലാവരും തനിച്ചാണ് എന്നതാണ് പരമമായ സത്യം. പലരും ഉണ്ടെന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് ബോധ്യപ്പെടുന്നത് ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിലാണ്. ഇന്നലകളെപ്പറ്റി ഓർത്ത് വ്യാകുലപ്പെടാതെ ഇന്നത്തെ ദിവസം ധന്യമാക്കുക. ഓരോ പുതിയ ദിവസവും ഓരോ അവസരങ്ങളായി കരുതി പ്രവർത്തിക്കുക. നല്ലവരെന്ന് നാം വിചാരിക്കുന്നവർ യഥാർത്ഥത്തിൽ നല്ലവരോ, മോശമെന്ന് വിചാരിക്കുന്നവർ യഥാർത്ഥത്തിൽ മോശക്കാരോ ആവണമെന്നില്ല. ചിലർ അഭിനയിക്കുകയും മറ്റു ചിലർ അഭിനയിക്കാനറിയാത്തവരും ആയിരിക്കും. നാം നമ്മേക്കാൾ മേലെ തട്ടിലുള്ളവരെ നോക്കി നമുക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളോർത്ത് വിഷമിക്കുന്നതിലും എത്രയോ ഭേദമാണ് നമുക്ക് താഴേക്കിടയിലുള്ളവരെ നോക്കി നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളോർത്ത് സന്തോഷിക്കുന്നത്. നമുക്ക് ആരെയും പരിഹസിക്കാനോ നിന്ദിക്കാനോ, അത് സ്വന്തം ആളുകളായാൽ പോലും, അവകാശമില്ല. പരിമിതികൾ, കുറവുകൾ ഇല്ലാത്ത ഒരു മനുഷ്യരും ഈ ലോകത്തുണ്ടായിട്ടില്ല. എല്ലാവരിലും എല്ലാം തികഞ്ഞവനായി ആരും ഉണ്ടാവില്ല. നോ വൺ ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ്. നഷ്ടങ്ങളെല്ലാം നല്ല ഓർമ്മകളാക്കി സൂക്ഷിക്കുക. പരീക്ഷണങ്ങളും പരാജയങ്ങളും മികച്ച പാഠങ്ങളാക്കുക. നേട്ടങ്ങളെല്ലാം മികച്ച അറിവുകളാക്കി മാറ്റുക. ഒന്നും ശാശ്വതമല്ല എന്ന അറിവോടെ ജീവിതം മനോഹരമായി മുന്നോട്ട് നയിക്കുക. എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. ഇതിനോട് ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഗാനത്തിൻ്റെ 2 വരികളൂടെ ഇതിനോടൊപ്പം അവതരിപ്പിക്കുകയാണ്. ആരാരോ ആരിരാരോ ആരാരോ ആരിരാരോ, ജീവിതമെന്നൊരു തൂക്കുപാലം, ജീവികൾ നാമെല്ലാം സഞ്ചാരികൾ. അക്കരയ്ക്കെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ ഇക്കരെ നീയും വന്നതെന്തിനാരോ മെൽത്തുമ്പി. നന്ദി, നമസ്കാരം.